ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുകയും. ദൈവത്തിന് സ്തോത്രം. ക്രൈസ്തവ ജീവിതത്തില് മരണമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല. ഇത് പുതിയൊരു ലോകത്തിലേക്കുള്ള കവാടം തുറക്കുന്നതാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം ഇയ്യോബ് എന്ന ഭക്തൻ ഇപ്രകാരം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകം ഒരുപക്ഷെ ഇയ്യോബിന്റെ പുസ്തകമായിരിക്കാം. അപ്പോൾ ഏകദേശം ഇന്നേക്ക് ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ രേഖപ്പെടുത്തിയതായിരിക്കും ഇയ്യോബിന്റെ പുസ്തകം. അതിൽ 14-ാം അധ്യായത്തിന്റെ 10-ാം ഭാഗത്തിൽ ഇപ്രകാരം താൻ എഴുതി: മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ചരിത്രാതീത കാലം മുതൽ മനുഷ്യന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് മനുഷ്യൻ പ്രാണൻ വിട്ടു കഴിഞ്ഞാൽ എവിടേക്ക് പോകുമെന്നുള്ളത്. മോശ തന്റെ സഹോദരനായ അഹരോൻ മരിച്ചപ്പോൾ ഇപ്രകാരം പാടി: 70 സംവത്സരം ഏറെയാൽ 80 സംവത്സരം അത് കഴിയുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മരിച്ചുപോയി അല്ലെ പറന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ എവിടേക്കാണ് മനുഷ്യന്റെ ആത്മാവ് കടന്നു പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും കർത്താവിന്റെ ഓരോ താമസിച്ചാൽ ഇതുപോലെ ഇവിടെയോ മറ്റെവിടെയെങ്കിലുമോ ഇതുപോലൊരു പെട്ടിയിൽ കിടക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കരുതി അറിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങുന്നവരായി നാം തീരെയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതകാലം ഒരു പ്രവാസകാലമാണ്. പ്രവാസകാലം എന്ന് പറഞ്ഞാൽ അറിയാം, ഇന്ത്യയിൽ നിന്നൊക്കെ പ്രവാസികളായിട്ട് ഗൾഫിലും മറ്റും ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കറിയാം ഒരു കാലം കഴിയുമ്പോൾ ഒരു സമയമാകുമ്പോൾ അവർ തിരിച്ചു പോകുന്നേ തീരൂ. അപ്പോൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ അവരവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ തിരിച്ചു വന്ന് വസിക്കുവാൻ വേണ്ട ഒരു വീടും അപ്പോൾ ജീവിക്കുവാൻ വേണ്ട ഒരു നിക്ഷേപവും ഒക്കെ സ്വരുക്കൂട്ടിയിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു പ്രവാസകാലമാണ്. ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നോ എങ്ങനായിരിക്കുന്നുവോ അതിനനുസരിച്ചാണ് നിത്യതയിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം വിട്ടാൽ നാം എത്തിച്ചേരുവാനും ഇടയാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു. 3-ാം സ്വർഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 1, 2 സ്വർഗങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് താൻ 3-ാം സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടത് എന്നാണ്. ഈ കാലഘട്ടത്തിൽ പൂർണ്ണത പ്രാപിച്ച് മരിക്കുന്ന, ക്രിസ്തുവിൽ മരിക്കുന്ന മനുഷ്യർ ചെന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ് 3-ാം സ്വർഗം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 1-ാം സ്വർഗവുമുണ്ട്, 2-ാം സ്വർഗവുമുണ്ട്. അപ്പോ അതിനേറ്റതായ, അതെല്ലാം വിശദീകരിക്കുവാൻ സമയമില്ല, അതിനേറ്റതായ അനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് അവിടെ ആ ഭാഗത്ത് ചെന്ന് വിശ്രമിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തെ അനുസരിക്കാതെ, ദൈവവചനത്തെ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിന് നരകം അല്ലെങ്കിൽ പാതാളം അല്ലെങ്കിൽ യാതനാസ്ഥലം എന്നെല്ലാം നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവും ആ ലാസറിന്റെ ഉപമയല്ല, താൻ വ്യക്തമായി പേര് പറയുന്നതായ ഒരു സംഭവമാണ്. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രനുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതിൽ ഒരു യാതനാസ്ഥലത്തെ കുറിച്ചും ഒരു പറുദീസയെ കുറിച്ചും പറയുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടുകഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ യാതനാസ്ഥലത്ത് പോകും, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പറുദീസയിലേക്ക് കടന്നു പോകും. അത് തീരുമാനിക്കുന്നത് ഈ പ്രവാസകാലത്ത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. സകല പാപികളായ മനുഷ്യരും, അതായത് ദൈവമാകുന്ന യേശുക്രിസ്തുവിനെ അറിയാതെയും അറിഞ്ഞിട്ടും വചനമനുസരിച്ച് ജീവിക്കാതെയും ഉള്ളവർക്ക് ഒരുക്കുന്ന സ്ഥലമാണ് യാതനാ സ്ഥലം എന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലം കൂടെ നരകത്തിലുണ്ട്. അതിന്റെ പേര് പുറത്തുള്ള ഇരുട്ട് എന്ന. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ഈ പുറത്തുള്ള ഇരുട്ട് എന്നുള്ള സ്ഥലം പ്രത്യേകമായി പെന്തക്കോസുകാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടും മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് ഒരു അഭിഷേകം പ്രാപിച്ചവരായിരിക്കാം, പക്ഷെ അതിനനുസരിച്ച് ജീവിക്കാതെ
പിന്മാറ്റക്കാരായി പോകുന്നവർക്കാണ് ഈ പുറത്തുള്ള ഇരുട്ട് എന്നുള്ള സ്ഥലം വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. കൊള്ളരുതാത്ത ദാസനെ, അതുപോലെ ദുഷ്ടനും അടിയനുമായ ദാസനെ, അങ്ങനെയുള്ള പല പല സന്ദർഭങ്ങൾ യേശു പറയുന്നുണ്ട്. അതായത് ദൈവത്തെ അറിഞ്ഞവരാണ്, ഒരു ദൈവദാസന്മാരാണ്, പക്ഷേ അവർക്ക് ആ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞില്ല. പുറത്തുള്ള ഇരുട്ടില് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന മറ്റൊരു സ്ഥലം കൂടെയുണ്ട്. നരകത്തില് അത് അഗാധകൂപമാണ്, വീണുപോയ ആത്മാക്കളുടെ വാസസ്ഥലമാണത്. കർത്താവിന്റെ അന്ത്യ കാഹളനാദത്തിങ്കൽ, അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാം വരവിന്റെ മൂന്നാം ആമുഖത്തിൽ വെള്ള സിംഹാസന ന്യായവിധിയുടെ സമയത്ത് ഈ മരിച്ചവരുടെ ആത്മാക്കളെല്ലാം തിരിച്ച് വരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഈ അച്ചായനും ഭൂമിയിൽ ജീവിക്കുവാനിടയായി തന്റെ സമയമായപ്പോൾ ഈ തന്റെ ആത്മാവ് താൻ ഭൂമിയിൽ ജീവിച്ചതിന് ഏറ്റതായ അവസ്ഥയിൽ വിശ്രമിക്കുവാൻ, നമുക്ക് ഒരു മനുഷ്യനെ നിത്യത്തിൽ എവിടെയാണ് നമുക്ക് 100% നമുക്ക് ആരെയും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. താൻ ജീവിച്ച, താൻ അവസാനം നമുക്ക് സാക്ഷ്യത്തിലൊക്കെ കേട്ടതുപോലെ അവസാന കാലങ്ങളിൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞതിനൊക്കെ അനുസരിച്ചുള്ള ഒരു വാസസ്ഥലത്തിൽ തന്റെ ആത്മാവ് വിശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ന്യായവിധിയുടെ, അല്ലെ വെള്ളസിംഹാസന ന്യായവിധിയുടെ സമയത്ത്, അല്ലെങ്കിൽ എല്ലാവരും ഉയർക്കുന്ന ആ സമയത്ത്, അതിനു മുമ്പ് ഉയർപ്പിന്റെ പല പടികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്റെ നിരയില് തന്റെ ആത്മാവ് അവിടെ നിന്ന് വരികയും നമ്മളിത് ഈ ശരീരം മണ്ണിലേക്ക് ദാനം ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ഒരു അക്ഷയ ശരീരമായി അത് ഉയർത്തെഴുന്നേൽക്കുവാനും ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഈ അക്ഷയ ശരീരം എന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന, അതായത് മരിച്ചു മണ്ണോട് ചേരുന്ന എല്ലാ മനുഷ്യരും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. അവരുടെ ഉയർത്തെഴുന്നേൽക്കുന്ന എല്ലാവരുടെയും ശരീരം പിന്നെ മരണമില്ലാത്തതാണ്.